പാതാളമേ മരണമേ നിന്നുടെ ജയമെവിടെ? കുഞ്ഞാട്ടിൻ നിണം കോട്ടതൻ ഭക്തർക്ക് സംഹാരകൻ കടന്നു പോ. പാതാളമേ മരണമേ നിന്നുടെ ജയമെവിടെ? കുഞ്ഞാട്ടിൻ നിണം കോട്ടതൻ ഭക്തർക്ക് സംഹാരകൻ കടന്നു പോ. സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും. അവന്റെ കുതികാലിൽ കയറി കടിച്ചതാണ്. പക്ഷേ കടിച്ചപ്പോൾ സംഭവിച്ചതെന്നറിയാമോ? അതുകൊണ്ട് സംഭവിച്ചത് എന്താണ്? അവന്റെ പല്ല് കൊഴിഞ്ഞുപോയി. ഹേ മരണമേ, നിന്റെ വിഷപ്പല്ല് എവിടെ? ഹേ മരണമേ, നിന്റെ വിഷപ്പല്ല് എവിടെ? ഹേ മരണമേ, നിന്റെ ജയം എവിടെ? മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു. കാരണം അവൻ ഞാൻ മരിക്കുന്നതിന് കാരണമായ, അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എൻ്റെ പാപത്തിൻ്റെ ശക്തിയാൽ എനിക്കെതിരെ ഉണ്ടായിരുന്ന ശിക്ഷാ നിയമത്തെ, ശിക്ഷയെ, ഞാൻ ചെയ്ത പാപങ്ങളുടെ ലിസ്റ്റിനെ അവൻ എന്ത് ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നത്? അവൻ മാറ്റിക്കളഞ്ഞു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. ഏകമനുഷ്യൻ, റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നുണ്ട്, മരണത്തെക്കുറിച്ച് പറയുമ്പോൾ ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. എന്നാൽ ആ പാപത്തിൽ നിന്ന് ആദാമിലൂടെ ഭൂമിയിലേക്ക് കടന്നുകൂടിയ പാപത്തിന്റെ സകല ശിക്ഷാവിധിയെയും ഇല്ലാതാക്കാൻ യേശു കർത്താവ് ന്യായപ്രമാണത്തിന് നിവൃത്തിയായി. ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിൽ 4-ാം വാക്യം, ഞാനിങ്ങനെ വാക്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. ഗലാത്യ ലേഖനം 4-ാം അധ്യായം 4-ാം വാക്യത്തിൽ ന്യായപ്രമാണത്തിന്റെ നിവൃത്തിയായി യേശു കർത്താവ് ക്രൂശിൽ മരിക്കുകയാണ്. യേശുവിൻ്റെ മരണമാണ് വാസ്തവത്തിൽ എന്നെ പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് വിടുവിച്ചത്. അല്ലെങ്കിൽ ഇന്ന് ഞാൻ പാപത്തിന്റെ അധീനതയിലായിരുന്നേനെയും. അവൻ വിഷപ്പല്ല് കൊഴിച്ചത് കൊണ്ട് മരണത്തിന് ഇനിയെ എന്നെ സ്പർശിക്കാനായിട്ട് കഴിയത്തില്ല. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ള എവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം. നേരത്തെ യേശു കർത്താവ് കാൽവരി ക്രൂശിൽ മരിക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ മരിച്ചിരുന്നെങ്കിൽ ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തിലേക്കൊന്നുമല്ല പോകുന്നത്. ഈ ദ്രവത്വമുള്ളത് എങ്ങോട്ട് പോയേനേയും? നിത്യതയിൽ പാപത്തിന്റെ ശിക്ഷയായ നിത്യ നരകത്തിലേക്ക് പോയേനേയും. എന്നാൽ ഇപ്പോൾ യേശു കർത്താവ് എനിക്ക് തന്ന വിജയത്തോടുകൂടെ ഈ ദ്രവത്വമായത് അദ്രവത്വത്തെ നേരിട്ട് കൈക്കൊള്ളുമ്പോൾ, ദാറ്റ് ഈസ് വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. എൻ്റെ ജീവിതത്തിൽ ഞാൻ മരിക്കുമ്പോൾ എൻ്റെ ശരീരം, ഈ ദ്രവത്വമുള്ള ശരീരം ഭൂമിയിൽ അടിഞ്ഞു പോകുമ്പോൾ അദ്രവത്വമായ കൈപ്പണിയല്ലാത്ത, കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായം 2 കൊരിന്ത്യർ 5-ാം അധ്യായം നമ്മൾ കാണുന്നു, കൈപ്പണിയല്ലാത്ത ഒരു നിത്യ ഭവനം എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ഈ ദ്രവത്വത്തെ ഞാൻ എന്ത് ചെയ്യുന്നു? ഈ ദ്രവത്വമുള്ള ശരീരത്തിന്റെ മീതെ ഉടുക്കാൻ എനിക്ക് വേണ്ടി ദൈവം സ്വർഗത്തിൽ ഒരു സ്വർഗീയ ശരീരത്തെ ഒരുക്കിയിരിക്കുന്നു. ഈ ദ്രവത്വമുള്ളത് നേരിട്ട് അദ്രവത്വത്തിലേക്ക് ചെല്ലുമ്പോൾ, നേരത്തെ എന്താ സംഭവിച്ചുകൊണ്ടിരുന്നത്? ഞാൻ ആദ്യത്തെ ദിവസം പറഞ്ഞല്ലോ, മരിക്കുന്ന വിശുദ്ധന്മാർ പോലും എങ്ങോട്ട് പോയിക്കൊണ്ടിരുന്നു? പാതാളത്തിലേക്ക്, നരകത്തിലേക്കല്ല. എങ്ങോട്ട് പോയിക്കൊണ്ടിരുന്നു? പാതാളത്തിലേക്ക് പോയിക്കൊണ്ടിരുന്നു. കാര്യം അദ്രവത്വത്തിന്റെ ആ തേജസ്സിലേക്ക് കയറിക്കൂടുവാൻ അവർക്ക് പറ്റാതെ വണ്ണം അവർ പാതാളത്തിന്റെ ബന്ധനത്തിലായിരുന്നു. യാക്കോബ് പോലും പറയുന്നത്, നിങ്ങൾ എൻ്റെ നരയെ ദുഃഖത്തോടുകൂടെ പാതാളത്തിലേക്ക് അയക്കുമെന്നാണ്. എന്നാൽ ഇപ്പോൾ ഞാൻ മരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നറിയാമോ? ഞാൻ പാതാളത്തിലേക്ക് പോകുകയല്ല, ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെ അങ്ങ് ധരിക്കുകയാണ് പ്രിയമുള്ളവരെ. അതുകൊണ്ടാണ് മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്നുള്ള വലിയ ഒരു വിജയാഹ്ലാദമാണ്. When I am dying, I am not crying. When I am dying, I proclaim I proclaim my victory. ഞാൻ എൻ്റെ വിജയത്തെയാണ് പ്രഘോഷിക്കുന്നത്. കർത്താവിൻ്റെ ക്രൂശമരണം നമുക്ക് നൽകി തന്നതായ ആ വലിയ പദവിയെക്കുറിച്ച് ബോധ്യമില്ലാതെ ഇരിക്കരുത് നമ്മുടെ പ്രിയമുള്ളവരെ. അവൻ നമുക്ക് വേണ്ടി അടിയേറ്റു. നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം അവൻ മുറിവേറ്റു. അവൻ തകർക്കപ്പെട്ടു. അവൻ കഷ്ടം അനുഭവിച്ചു. പക്ഷേ അവൻ പറഞ്ഞു, എല്ലാം ഞാൻ സഹിച്ചു. പക്ഷെ ഇനിയിപ്പോൾ പിശാചിന് സാജുവിൻ്റെ മേൽ അധികാരമില്ല. ടെറ്റലസ്റ്റായി അവൻ കൊടുത്തു വീട്ടണതെല്ലാം, അവൻ കടപ്പെട്ടതെല്ലാം ഞാൻ കൊടുത്തു വീട്ടിയിരിക്കുന്നു. യേശു കർത്താവ് അത് കൊടുത്തു വീട്ടിയത് കൊണ്ട് ഞാൻ വിക്ടറിയാണ്, എനിക്ക് വിജയമാണ്. കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ ഞാൻ പല മെസ്സേജസിലും അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് കൊണ്ട് ഞാനിവിടെ ജസ്റ്റ് ഒന്ന് വായിച്ചു പോകുകയാണ്. നിങ്ങൾ പല മെസ്സേജസും ഇതുമായിട്ട് ലിങ്ക് ചെയ്ത് വരുന്നതുകൊണ്ട്, ഇതെല്ലാം കർത്താവിൻ്റെ വീണ്ടെടുപ്പുമായി ബന്ധപ്പെട്ട ഒത്തിരി മെസ്സേജസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ അതിനകത്തൊക്കെ ആവർത്തിച്ചിട്ടുള്ള ഒരു ഭാഗമാണ് കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ എന്താണ് കാൽവറി ക്രൂശിൽ നടക്കുന്നത്.
കാൽവറി ക്രൂശിൽ എന്ത് നടക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള ഒരു കൃത്യമായ വിശദീകരണം അതിൻ്റെ ആത്മതലത്തിൽ, ഞാൻ പറഞ്ഞല്ലോ പ്രത്യക്ഷത്തിൽ എന്ത് കാണുന്നു എന്നുള്ളതല്ല, ദൃശ്യലോകത്ത് എന്ത് കാണുന്നല്ല, ആത്മലോകത്ത് അദൃശ്യ ലോകത്ത് എന്ത് നടക്കുന്നു എന്നുള്ളത് വിശദമാക്കുന്ന ഒരു ഭാഗമാണ് കൊലോസിയൻസ് ചാപ്റ്റർ 2 നമ്മൾ അതിൻ്റെ 14 വാക്യം മുതൽ അല്ലെങ്കിൽ 13 വാക്യം മുതൽ വായിക്കുമ്പോൾ, അതിക്രമങ്ങളിലും നിങ്ങളുടെ ജഡത്തിന്റെ അഗ്രജന്മത്തിലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ അവനോടുകൂടെ ജീവിപ്പിച്ചു. അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച് ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത് മായിച്ച് ക്രൂശിൽ തറച്ചു നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. വാഴ്ചകളെയും അധികാരവർഗങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യ കാഴ്ചയാക്കി. ഞാൻ ഈ ഭാഗം ഇവിടെ ഒന്നുകൂടെ എടുക്കാൻ കാര്യം, എൻ്റെ പഴയ CD-കളിലും മറ്റും പറഞ്ഞിരിക്കുന്നത് കൂടാതെ വേറെ ചില ഉപദേശം ഇന്ന് ഇറങ്ങിയിട്ടുള്ളത് കൊണ്ടാണ് ഇത് ഒന്നുകൂടെ അങ്ങ് പറഞ്ഞേക്കാമെന്ന് വെച്ചത്. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. ഓരോ ദുരുപദേശം ഇറങ്ങുമ്പോഴും നമ്മളുടെ മെസ്സേജസ് റിന്യൂ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണല്ലോ. ഈ അടുത്ത സമയത്ത് ഒരാൾ പറഞ്ഞ ഒരു കാര്യമാണ്, ന്യായപ്രമാണത്തെ യേശു കർത്താവ് ക്രൂശിൽ തറച്ച് നീക്കിക്കളഞ്ഞു. ന്യായപ്രമാണത്തെ യേശു കർത്താവ് ക്രൂശിൽ തറച്ച് നീക്കിക്കളഞ്ഞു. പ്രിയമുള്ളവരെ, ഇവർക്ക് മലയാളവും അറിയത്തില്ലയോ എന്നുള്ളത് എൻ്റെ ചോദ്യം. ഗ്രീക്കും ഹീബ്രു ഒന്നും പഠിക്കണ്ട, മലയാളത്തിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യം എന്താണ്? അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച് ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത് മായിച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. ചട്ടങ്ങൾ എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് എന്താണ്? ലോ, ന്യായപ്രമാണം. ന്യായപ്രമാണത്താൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത് മായിച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. ന്യായപ്രമാണം തറച്ചെന്നാണോ എഴുതിയിരിക്കുന്നത്? ആണോ? അല്ല. ഇറ്റ് സേസ് അബൌട്ട് ആൻ ഓർഡിനൻസ് ഓർ ഒരു കൈയെഴുത്ത്. എന്താണ് ആ കൈയെഴുത്ത്? ആ കൈയെഴുത്ത് ഞാൻ ചെയ്ത പാപങ്ങളുടെ ലിസ്റ്റാണ്. ഞാൻ ചെയ്ത പാപങ്ങളുടെ ലിസ്റ്റ്, ഞാൻ ചെയ്യാൻ വിട്ടുപോയതായ നന്മകളുടെയും ന്യായപ്രമാണം അനുസരിച്ച് ഞാൻ ചെയ്യേണ്ടതായ കാര്യങ്ങൾ ചെയ്യാതിരുന്നതും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യരുതാത്ത കാര്യങ്ങൾ ചെയ്തതുമായ എൻ്റെ ഡൂസ് ആൻഡ് ഡോൺസ് അനുസരിച്ചുള്ള ഒരു ലിസ്റ്റ്. ഞാൻ അമ്മയപ്പന്മാരെ അനുസരിക്കാതിരുന്നത്, ഞാൻ മോഷ്ടിച്ചത്, ഞാൻ ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, ഞാൻ വിഗ്രഹാരാധന നടത്തിയത്, ഞാൻ മോഹിച്ചത്, കൂട്ടുകാരനെതിരെ കള്ളസാക്ഷ്യം പറഞ്ഞത്, എന്തെല്ലാം കാര്യങ്ങൾ, ഇതെല്ലാം ഞാനും ചെയ്തിട്ടുണ്ട്, നിങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഈ ചെയ്തതിൻ്റെ എല്ലാം കൂടെ ഒരു ലിസ്റ്റ്. ഈ ലിസ്റ്റിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതാണ് കടം. ഇതിനെയാണ് പാപക്കടമെന്ന് പറയുന്നത്. ഈ ലിസ്റ്റ് പിശാചിൻ്റെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ അവൻ്റെ വകയാണ്. കാര്യം, ഓരോ പാപം ചെയ്യുമ്പോഴും പാപം ചെയ്യുന്നതിനൊക്കെയും പിശാച് എന്ന പിതാവിൻ്റെ മകൻ എന്നാണ് പറയുന്നത്. നമ്മൾ പാപം ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അദൃശ്യ ലോകത്ത് നമ്മൾ അറിയാതെ തന്നെ ഒരു നോട്ട് എഴുതി കൊടുക്കുന്നുണ്ട് പിശാചിന്. ഡെവിൾ, ഐ ബിലോങ് ടു യു. പിശാചെ, ഞാൻ നിന്റെ വകയാണ്. നമ്മൾ പാപം ചെയ്യുമ്പോൾ അത് ആത്മലോകത്ത് നടക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് പാപം ചെയ്യുന്നവനൊക്കെയും പിശാച് എന്ന പിതാവിൻ്റെ മകൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് നാച്ചുറലി ഹാപ്പൻസ്. ആ ലിസ്റ്റ് പിശാചിൻ്റെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ സ്വർഗത്തിൽ കർത്താവിൻ്റെ മുമ്പ് കയറി നിന്നാലും നമ്മളെ അവിടുന്ന് കൊണ്ടുപോകാനുള്ള അവകാശം ആർക്കുണ്ട്? പിശാചിന് ഉണ്ട്. പക്ഷേ യേശു കർത്താവ് കാൽവരി ക്രൂശിൽ മരിച്ചപ്പോൾ എന്താണെന്നറിയാമോ? പിശാചിൻ്റെ കയ്യിൽ നിന്നും ഞാൻ ചെയ്ത പാപങ്ങളുടെ ലിസ്റ്റ്, അല്ലെങ്കിൽ ഞാൻ പിശാചിന് എഴുതി കൊടുത്ത എൻ്റെ നോട്ടുണ്ടല്ലോ, ഞാൻ നിന്റെ വകയാണെന്ന് എഴുതി കൊടുത്തതായ ആ കത്തുണ്ടല്ലോ, അല്ലെങ്കിൽ ആ ലെറ്റർ ഉണ്ടല്ലോ, അത് അവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് എൻ്റെ പാപങ്ങളുടെ, അതുകൊണ്ടാണ് ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവും എന്ന് പറഞ്ഞത്. ഞാൻ ചെയ്ത തെറ്റുകൾക്ക് പുറകിൽ നിന്ന് ശക്തി കൊടുക്കുന്നത് എന്താണ്? ഈ ന്യായപ്രമാണമാണ്. നമ്മൾ കൊരിന്ത്യലേഖനത്തിൽ വായിച്ചല്ലോ, മരണത്തിൻ്റെ വിഷമുള്ള പാപം, പാപത്തിൻ്റെ ശക്തിയോ ന്യായപ്രമാണം. എൻ്റെ പാപം ശിക്ഷാർഹമാക്കുന്നത്, അതുകൊണ്ടാണ് ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത് പറയുന്നത്. എൻ്റെ പാപം ശിക്ഷാർഹമാക്കുന്നത് എന്താണ്? ന്യായപ്രമാണമാണ്. അത് പിശാചിൻ്റെ കയ്യിൽ നിന്ന് കർത്താവ് വാങ്ങിച്ച ക്രൂശിൽ തറച്ച് അതിനെ മായിച്ചു കളഞ്ഞെന്നാണ് പറഞ്ഞത്. മായിച്ചു കളഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഹി ബ്ലോട്ടഡ് ഇറ്റ് ഔട്ട് വിത്ത് ഹിസ് ബ്ലഡ്. അവൻ്റെ രക്തം കൊണ്ട് അവനതങ്ങ് ഒപ്പിയെടുത്തു. ബ്ലോട്ടഡ് എന്നുള്ള വാക്ക് ശരിക്കും ഉപയോഗിച്ചിരിക്കുന്നത്, നമ്മൾ ഈ പത്രക്കടലാസൊക്കെ റീസൈക്കിൾ ചെയ്യുമല്ലോ, നമ്മളുടെ ന്യൂസ് പേപ്പറൊക്കെ നമ്മൾ റീസൈക്കിൾ ചെയ്യാന്ന് പറയും. റീസൈക്കിൾ ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ ആദ്യത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത്, അത് ആദ്യം അരച്ചിട്ട് അതിൽ നിന്ന് കാർബൺ വലിച്ചെടുക്കുന്ന ഒരു പ്രോസസ്സുണ്ട്.
ഒരു കടലാസിൽ നിന്ന് കാർബൺ വലിച്ചെടുത്ത് കളഞ്ഞാൽ സംഭവിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാം. എന്താ? യു കനോട്ട് റീഡ് ഇറ്റ്. കാര്യം ഇറ്റ് ഈസ് എ വൈറ്റ് പേപ്പർ. പത്രക്കടലാസിലെ അക്ഷരങ്ങൾ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? കാർബൺ കൊണ്ടാണ് ഉണ്ടാകുന്നത്. അതിനകത്ത് ഡീയിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഡീയിങ്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതിനകത്തെ മഷി ഇങ്ങ് വലിച്ചെടുത്ത് കളഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കാണാൻ പറ്റുമോ? ഇല്ല. യേശു കർത്താവ് എന്ത് ചെയ്തു? കാൽവറി ക്രൂശിൽ എൻ്റെ പാപങ്ങളുടെ ലിസ്റ്റ് അവൻ്റെ രക്തം കൊണ്ടങ്ങ് വലിച്ചെടുത്തു. അത് ക്രൂശിൽ തറച്ചു, നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. അതുണ്ടായിരുന്നെങ്കിൽ പിശാചിന് എന്ന് വേണമെങ്കിലും എൻ്റെ നേരെ വന്ന് അവകാശവാദം മുഴക്കാമായിരുന്നു. എന്നാൽ ഇപ്പോൾ അവന് പറ്റത്തില്ല. ദൈവത്തിൻ്റെ അടുത്ത് പിശാചി എന്ന് നിന്നിട്ട് പറയും, സാജു അത് ചെയ്തിട്ടുണ്ട്, അവൻ ഇത് ചെയ്തിട്ടുണ്ട്, അവൻ ന്യായപ്രമാണം അനുസരിച്ചുള്ള ഇന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അവൻ ഓരോ ലിസ്റ്റും അങ്ങോട്ട് വായിച്ച് കേൾപ്പിക്കും അവൻ, ഞാൻ ചെയ്തിട്ടുള്ളതെല്ലാം. അതുകൊണ്ട് സാജു എൻ്റെ വകയാണെന്ന് പറയുമ്പോൾ കർത്താവ് പറയും, അവനതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിന്റെ വകയാണ്. കാര്യം നീതിമാനായ ദൈവത്തിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? നീതികേട് പ്രവർത്തിക്കാൻ പറ്റത്തില്ല. പക്ഷേ എനിക്ക് തെളിവ് വേണം. എന്തിയേ അവൻ പാപം ചെയ്തപ്പോൾ നിനക്ക് എഴുതി തന്ന നോട്ട് എന്തിയേ? അല്ലെങ്കിൽ അവൻ്റെ പാപങ്ങളുടെ ലിസ്റ്റ് എന്തിയേ? അവൻ ഒപ്പിട്ട ലിസ്റ്റിങ് തന്നേ. എന്നാ പിശാച് എന്ത് പറയും? അവൻ്റെ ഉണ്ടോ ഇപ്പോൾ ലിസ്റ്റ്? ഇല്ല. ഈ ലിസ്റ്റ് ഇപ്പോൾ എവിടെയാ? കാൽവറി ക്രൂസിൽ. അങ്ങോട്ട് നോക്കാൻ പോലും അവന് മടിയാണെന്നല്ല, അവനുള്ള ധൈര്യമില്ല. അതുകൊണ്ട് അവൻ പറയും, എൻ്റെ കയ്യിലില്ല, പക്ഷെ അവിടെ ഉണ്ട്. എവിടെ? ആ നമ്മളെ മോൻ മരിച്ച ക്രൂശില്ല, അവിടെ ഉണ്ട്. കർത്താവ് എന്ത് പറയും? കർത്താവ് ദൈവം അങ്ങോട്ട് നോക്കിയിട്ട് പറയും, ഞാനൊരു കടലാസ് തറച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ട്, പക്ഷെ അതിനകത്തൊന്നും എഴുതിയിട്ടില്ലല്ലോ. ഞാൻ നോക്കുമ്പോൾ അവൻ്റെ പാപമൊന്നും ഒത്തിരി എഴുതിയിട്ടില്ല. ഞാൻ നോക്കുമ്പോൾ എൻ്റെ പുത്രൻ്റെ രക്തം മാത്രമേ അതിനകത്ത് കാണുന്നുള്ളൂ. പ്രിയമുള്ളവരെ, എൻ്റെ പാപങ്ങളുടെ ലിസ്റ്റ് യേശു കർത്താവ് അവൻ്റെ രക്തം കൊണ്ട് ഒപ്പിയെടുത്തു. ഇനിയിപ്പോൾ എൻ്റെ പാപങ്ങളുടെ ലിസ്റ്റ് പിശാചിൻ്റെ കയ്യിലില്ല. അത് വായിക്കാൻ ആർക്കും കഴിയുകയില്ല. അവനത് മായിച്ചു കളഞ്ഞു. അതാണ് പാപങ്ങളെ മായിച്ചു കളയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവൻ്റെ രക്തം കൊണ്ടാണ് അവനത് മായിച്ചു കളയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ പാപങ്ങളുടെ ലിസ്റ്റേ അവൻ തറച്ചു കളഞ്ഞുള്ളൂ, ന്യായപ്രമാണം തറച്ചു കളഞ്ഞില്ല. ഞാനിപ്പോൾ ഒരു കൊലപാതകം നടത്തി എന്നെ വധശിക്ഷയ്ക്ക് വിധിച്ചു കഴിഞ്ഞാൽ, ഏറ്റവും ഒടുവിൽ സുപ്രീം കോടതിയിൽ നിന്ന് വധശിക്ഷയ്ക്ക് വിധിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എന്തേ മാർഗമുള്ളൂ? ഒരു ദയാഹർജി. ആ ദയാഹർജി ഞാൻ പ്രസിഡന്റിന് കൊടുക്കുന്നു. പ്രസിഡന്റ് കരുണ തോന്നിയിട്ട് എൻ്റെ വധശിക്ഷ റദ്ദാക്കിയാൽ എനിക്കൊരു പാർഡൻ നോട്ട് കിട്ടുകയാണ്. സുപ്രീം കോർട്ടിനും അപ്പുറത്ത് പ്രസിഡന്റിന്റെ കയ്യിൽ നിന്ന് എനിക്കെന്ത് കിട്ടുന്നു? ഒരു ക്ഷമാപണ ചീട്ട്, ക്ഷമയുടെ ഒരു ചീട്ട് കിട്ടുകയാണ്, പാർഡൻ നോട്ട്. എനിക്കൊരു പാർഡൻ നോട്ട് കിട്ടിയാൽ പിന്നീട് സ്റ്റേറ്റിന് എന്നെ ശിക്ഷിക്കാൻ കഴിയത്തില്ല. എന്തുകൊണ്ടാണ്? പ്രസിഡന്റിന്റെ കയ്യിൽ നിന്ന് എനിക്ക് എന്ത് കിട്ടി? എനിക്ക് ദയയോ, അവൻ്റെ ദയയിൽ, പ്രസിഡന്റിന്റെ ദയ കൊണ്ട്, കരുണ കൊണ്ട് എനിക്കൊരു പാർഡൻ നോട്ട് കിട്ടി. പ്രിയമുള്ളവരെ, എനിക്കൊരു പാർഡൻ നോട്ട് കിട്ടിയാൽ അതിനർത്ഥം ഇന്ത്യൻ പീനൽ കോഡിൽ നിന്ന് കൊല ചെയ്യരുത് എന്നുള്ള നിയമം മാറ്റിയെന്നാണോ അർത്ഥം? ആണോ? അല്ല. ഞാൻ ചെയ്ത പാപത്തിന് എനിക്ക് പാപക്ഷമയുടെ ഒരു ചീട്ട് കിട്ടിയെന്നുള്ളതേ ഉള്ളൂ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നിങ്ങളെ വഞ്ചിക്കുവാനായി ഇറങ്ങിയിരിക്കുന്ന, ഒരുപക്ഷെ അവർ തന്നെ വഞ്ചിക്കപ്പെട്ടു പോയതായിരിക്കാം. കാര്യം ഇവരിലൊക്കെ പലരും ഇത്രയൊന്നും ചിന്തിക്കാൻ കപ്പാസിറ്റി ഇല്ലാത്തവരാണെന്ന് എൻ്റെ ചിന്ത. അതുകൊണ്ടാണ് ഈ കാണുന്നത് വെസ്റ്റേൺ സായിപ്പന്മാരും കൊറിയാക്കാരും ഒക്കെ പറയുന്നത്, ചുമ്മാ ഇവിടെ വന്ന് വിളിച്ചു പറയുന്ന കുറേ എണ്ണം ഇറങ്ങിയിട്ടുണ്ട്. ന്യായപ്രമാണം ദൈവം എവിടെ തറച്ചു കളഞ്ഞു? ക്രൂശിൽ തറച്ചു. ഇനിയിപ്പോൾ ന്യായപ്രമാണം ഇല്ലെന്ന്. ന്യായപ്രമാണം അല്ല ഇല്ലാതായത്. എന്താ ഇല്ലാതായത്? ന്യായപ്രമാണം എനിക്ക് വിരോധമായി ഞാൻ ചെയ്ത പാപങ്ങളുടെ ലിസ്റ്റാണ് കർത്താവ് ക്രൂശിൽ തറച്ചത്. പക്ഷേ ന്യായപ്രമാണം അവിടെ ഇരുന്നോട്ടെ. ക്രൂശിൽ തറച്ച എൻ്റെ പാപങ്ങളുടെ ലിസ്റ്റ് ഇല്ലാത്തിടത്തോളം കാലം എനിക്ക് ന്യായപ്രമാണം വിരോധമല്ല. ഞാൻ പറഞ്ഞ മനസ്സിലായോ? പാപക്ഷമ ലഭിച്ചവന്, പ്രസിഡന്റിന്റെ കയ്യിൽ നിന്ന് പാപക്ഷമയുടെ ചീട്ട് കിട്ടിയവന്, അവൻ ഇന്ത്യൻ പീനൽ കോഡ് എന്തല്ല? വിരോധമല്ല. ഒരിക്കൽ ചട്ടങ്ങൾ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്നു. ഒരിക്കൽ ന്യായപ്രമാണം നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്നു. പക്ഷെ ഇപ്പോൾ ന്യായപ്രമാണം നമുക്ക് വിരോധമോ പ്രതികൂലമോ അല്ല. എന്തുകൊണ്ടല്ല? കാരണം നമ്മളുടെ പാപങ്ങളുടെ ലിസ്റ്റ് അവൻ എന്ത് ചെയ്തു? മായിച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന്
നീക്കിക്കളഞ്ഞു. ഇതാണ് നമ്മളവിടെ കാണുന്നതായ കാൽവറി ക്രൂശിൽ കാണുന്നതായ കാര്യം. അതുകൊണ്ടാണ് അവൻ്റെ മരണം കൊണ്ടാണ്, അവൻ അറുക്കപ്പെട്ടത് കൊണ്ടാണ് നമ്മുടെ പാപങ്ങൾ ഇല്ലായ്മ ആയത് എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. വെളിപ്പാട് പുസ്തകത്തിൻ്റെ ലേക്ക് നമുക്ക് വരാം. റെവലേഷൻ ചാപ്റ്റർ 5 9-ാം വാക്യം നമുക്കൊക്കെ വളരെ അറിയാവുന്നൊരു വാക്യമാണ്. അതിൻ്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ യോഹന്നാൻ അപ്പസ്തോലൻ അവൻ സ്വർഗത്തിലേക്ക് കയറിപ്പോകുന്നതാണ്. ഇവിടെ കയറി വരിക എന്നുള്ള ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് അവൻ കയറി ചെന്നു. മേലാൽ സംഭവിക്കാനുള്ളത് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. പക്ഷേ മേലാൽ സംഭവിക്കാനുള്ളതൊക്കെ എഴുതി വെച്ചിരിക്കുന്ന ഭാവിയുടെ പുസ്തകം തുറക്കാൻ ആരും ഇല്ലായികയാൽ അവൻ കരഞ്ഞു. എന്നാൽ അതിൻ്റെ ഞാൻ ഭാഗങ്ങൾ വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ആ ഒറ്റ വാക്യം മാത്രം വായിക്കുകയാണ്. അവൻ 6-ാമത്തെ വാക്യത്തിൽ ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് ഞാൻ കണ്ടു. അത് അവൻ കയ്യിൽ വാങ്ങി, ആ അറുക്കപ്പെട്ട കുഞ്ഞാട് പുസ്തകം കയ്യിൽ വാങ്ങി 4 ജീവികളും 24 മൂപ്പന്മാരും ഓരോരുത്തൻ വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗം നിറച്ച പൊൻകലശവും പിടിച്ചുകൊണ്ട് നിന്നു. കുഞ്ഞാടിന്റെ മുമ്പാകെ വീണു. പുസ്തകവും വാങ്ങുവാനും അതിൻ്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ. നീ അറുക്കപ്പെട്ടു. നിന്റെ രക്തം കൊണ്ട് സർവ്വഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. പാതാളമേ മരണമേ നിന്നുടെ ജയമെവിടെ? കുഞ്ഞാട്ടിൻ നിണം കോട്ടതൻ ഭക്തർക്ക് സംഹാരകൻ കടന്നു പോ. പാതാളമേ മരണമേ നിന്നുടെ ജയമെവിടെ? കുഞ്ഞാട്ടിൻ നിണം കോട്ടതൻ ഭക്തർക്ക് സംഹാരകൻ കടന്നു പോ. ജയത്തിൻ ഘോഷം ഉല്ലാസഘോഷം ഭക്തരിൻ കൂടാരത്തിൽ എന്നും പുതുഗീതം. മഹത്വരാജനായി സേനയിൻ വീരനായി അഭയം താൻ അവർക്കെന്നുമേ. ജയത്തിൻ ഘോഷം ഉല്ലാസഘോഷം ഭക്തരിൻ കൂടാരത്തിൽ എന്നും പുതുഗീതം. മഹത്വരാജനായി സേനയിൻ വീരനായി അഭയം താൻ അവർക്കെന്നുമേ. ചെങ്കടലും മിസ്രയും സൈന്യനിരയും ഭീഷണിയാ മുൻപും പിൻപും ഭീതിപ്പെടുത്തിടുമ്പോ. ഭീകരമാ ചെങ്കടലും മിസ്രയും സൈന്യനിരയും ഭീഷണിയാ മുൻപും പിൻപും ഭീതിപ്പെടുത്തിടുമ്പോ. ജയത്തിൻ ഘോഷം ഉല്ലാസഘോഷം ഭക്തരിൻ കൂടാരത്തിൽ എന്നും പുതുഗീതം. മഹത്വരാജനായി സേനയിൻ വീരനായി അഭയം താൻ അവർക്കെന്നുമേ. ജയത്തിൻ ഘോഷം ഉല്ലാസഘോഷം ഭക്തരിൻ കൂടാരത്തിൽ എന്നും പുതുഗീതം. മഹത്വരാജനായി സേനയിൻ വീരനായി അഭയം താൻ അവർക്കെന്നുമേ. അഗ്നി നിന്നെ ദഹിപ്പിക്കില്ല, നദി നിന്മേൽ കവിയുകില്ല. അഗ്നിയതിൽ 4-ാമൻ താ, ആഴിമേൽ നടക്കൊണ്ടോൻ താ. അഗ്നി നിന്നെ ദഹിപ്പിക്കില്ല, നദി നിന്മേൽ കവിയുകില്ല. അഗ്നിയതിൽ